മിസ്റ്റർ രാമേന്ദ്രൻ, പുതിയൊരു ലാൻഡ് ഡിസ്പ്യൂട്ട് വന്നിരിക്കുന്നു. നിയമപരമായി ഹൈദരാബാദിലെ മാരിയറ്റ് ഹോട്ടൽ പ്രോപ്പർട്ടി വഖഫ് ബോർഡിൻ്റേതാണെന്ന് ഒരു ക്ലെയിം വന്നു. ഇതിൻ്റെ വസ്തുത എന്താണ്? എന്താണ് ഇങ്ങനെ? അത് മാരിയറ്റ് ഹോട്ടൽ നേരത്തെ വൈസ്രോയ്സ് ഹോട്ടൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അത് ഹൈദരാബാദിലെ പഞ്ചനക്ഷത്ര ഹോട്ടലാണ്. ഇത് 1954 ആണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ വഖഫ് ആക്ട് നെഹ്റു കൊണ്ടിരുന്നത്. അത് ഈ മുസ്ലിം എൻഡോമെൻറ്റ്സ് ധർമ്മ കാര്യങ്ങൾക്ക്, ഇസ്ലാമിലെ ധർമ്മകാര്യങ്ങൾക്കൊക്കെ വേണ്ടി പലരും സംഭാവന ചെയ്ത വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ അത് സംരക്ഷിക്കുക, അതിനു വേണ്ടിയാണെന്ന് പറഞ്ഞാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ ആ ആക്റ്റിൽ ഇപ്പോൾ വിഭജന കാലത്ത് പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള ആളുകളുടെ പ്രോപ്പർട്ടിയൊക്കെ അവിടുത്തെ മുസ്ലിങ്ങൾ കൈവശപ്പെടുത്തുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടുത്തെ ഹിന്ദുക്കളുടെയും ഇവിടുന്ന് പോയവരുണ്ടല്ലോ മുസ്ലിങ്ങളും, ആ മുസ്ലിങ്ങളുടേത് എനിമി പ്രോപ്പർട്ടി എന്ന് പറയും. ആ പ്രോപ്പർട്ടിയൊക്കെ ഇവിടെ വഖഫിനാണ് കൊടുത്തത്. അപ്പോൾ 1954 ഈ വഖഫ് ആക്ട് പ്രകാരം അന്വേഷണമൊക്കെ നടത്തിയിട്ട് ഈ മാരിയറ്റ് ഹോട്ടൽ നിൽക്കുന്ന സ്ഥലം വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് നേരത്തെ അവിടുത്തെ തെലങ്കാനയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ആന്ധ്രയായിരുന്നപ്പോൾ കണ്ടെത്തിയിരുന്നതാണ് അവർ തന്നെ. പക്ഷേ അങ്ങനെ കണ്ടെത്തിയിരുന്നെങ്കിലും അബ്ദുൾ ഗഫൂർ എന്ന് പറഞ്ഞൊരു വ്യക്തി കൊണ്ടുപോയി അല്ല ഇത് വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞ് വീണ്ടും വഖഫ് ട്രിബ്യൂണലിൽ കൊണ്ടുപോയി കേസ് കൊടുത്തു. ഈ വഖഫ് ഡിസ്പ്യൂട്ടുകളൊക്കെ സാധാരണഗതിയിൽ വഖഫ് ട്രിബ്യൂണൽ മാത്രമേ ചെയ്യാവൂ, തീരുമാനിക്കാവൂ എന്നൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അയാൾ കൊണ്ടുപോയി അങ്ങനെ കൊടുത്തത്. പക്ഷേ അങ്ങനെ കേസ് ചിലപ്പോൾ വഖഫ് ബോർഡുകാർ തന്നെ കൊടുപ്പിച്ചതായിരിക്കാം. കാരണം വഖഫ് ബോർഡ് പിന്നെയും ഇതിൻ്റെ മുകളിൽ കേസിൻ്റെ പിന്നാലെ ധാരാളം കേസുകൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നു. അതാണ് അവസാനമായിട്ട് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഇതിൽ ഒരു തവണ തീർപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെയും അതും പറഞ്ഞു വരരുത്. ഒരു തവണ അത് തീർപ്പായി കഴിഞ്ഞാണല്ലോ, അതും പറഞ്ഞ് ഇനി വരണ്ട, അത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് പറഞ്ഞാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. ഇത് അല്ല, അവിടെ ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ വഖഫ് ട്രൈബ്യൂണലിൽ വന്നത് പിന്നെ സിവിൽ കോടതിയിൽ എങ്ങനെ വന്നു? അല്ല, വഖഫ് ട്രൈബ്യൂണലിൽ ഒക്കെ ഇത് 1954 തീർപ്പായി തീർന്ന കേസാണല്ലോ. പിന്നെ വഖഫ് ട്രിബ്യൂണലിൻ്റെ കയ്യിൽ ഇല്ല. ഇതിപ്പോൾ വെറുതെ നമ്മളെ ഹറാസ് ചെയ്യുന്നു ഇതും പറഞ്ഞിട്ട് എന്നുള്ളതാണല്ലോ എൻ്റെ സംഭവം. അല്ലാന്ന് തീരുമാനം ആയിക്കഴിഞ്ഞാണ്. അപ്പോൾ പിന്നെ നമുക്ക് ആരെ വേണമെങ്കിലും സമീപിക്കാം. അപ്പോൾ മുസ്ലിം പ്രീണനത്തിനാണ് നെഹ്റു 1954 ഇത് ഉണ്ടാക്കിയത്. 1964 അതിലൊരു ഭേദഗതി വന്നു. അന്ന് നെഹ്റു ഉണ്ടാക്കിയതൊരു വഖഫ് ചട്ടമാണ്. അത് കഴിഞ്ഞ് 1964 കേന്ദ്ര വഖഫ് കൗൺസിൽ എന്ന് പറഞ്ഞിട്ടൊരു ഇതെല്ലാം കൂടി കൈകാര്യം ചെയ്യാനായിട്ടൊരു ബോഡി കോമൺ ആയിട്ട് ഉണ്ടാക്കി. 1995 നിർഭാഗ്യവശാൽ നരസിംഹറാവുവിൻ്റെ കാലത്ത് വേറൊരു ഭേദഗതി ഉണ്ടായി. അങ്ങനെയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും വഖഫ് ബോർഡ് ഉണ്ടായത്. കേരളത്തിലും വഖഫ് ബോർഡ് ഉണ്ട്. ആരെങ്കിലും ഇസ്ലാമിക ധർമ്മത്തിന് സംഭാവന ചെയ്ത സ്വത്തുക്കൾ സംരക്ഷിക്കുകയാണ് ലക്ഷ്യം എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ 1995 ആക്ട് ഡ്രക്കോണിയൻ എന്നൊക്കെ പറയാവുന്ന വിധത്തിലാണ്. ക്രൂരമായ ഒരു ആക്റ്റാണ്. അത് നീതിയൊന്നുമുള്ളതല്ല. ഉദാഹരണത്തിന് ആ നിയമത്തിൽ പറയുന്ന ഈ സെക്ഷൻ 3 ഓഫ് വഖഫ് ആക്ട് 1995, ഇഫ് ദി വഖഫ് തിങ്സ് തോന്നിയാൽ എന്നാണ്, ഇഫ് ദ വഖഫ് തിങ്സ് ദാറ്റ് the land belongs to a Muslim, then it is the property of the waqf. ഇതാണ് എഴുതിയിരിക്കുന്നത്. ഒരു ഡ്രാക്കോണിയൻ ക്ലോസ് അതിൽ വന്നു. അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ്, അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്. പിന്നെ തിരിച്ചു പോയിട്ട് ആ കൈവശാവകാശം ഉള്ളയാള് വഖഫ് ട്രിബ്യൂണലിൽ പോകണം. എന്നിട്ടിത് എൻ്റേതാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത അങ്ങേരുടേതാണ്. അതല്ല എങ്കിൽ അയാളാ പ്രോപ്പർട്ടിയിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് ട്രിബ്യൂണൽ പറയും. അവിടെ കൊണ്ട് തീരുകയാണ്. ഇത് വലിയ ഇംപ്ലിക്കേഷനും റാമിഫിക്കേഷനും ഉള്ളതല്ലേ? അത് വലിയ റാമിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ വിഭജന കാലത്ത് ഇന്ത്യയിലേക്ക് വന്ന ഹിന്ദുക്കളുടെ സ്വത്ത് അങ്ങനെ പോയി ഇതിലേക്ക് വഖഫ് ബോർഡിലേക്ക്, മുസ്ലിങ്ങളുടേതും
മുഗൾ ഭരണകാലം മുതലൊക്കെ ഉള്ളതാണ്, ആ കാലത്തെ എൻഡോമെൻ്റ് ആണെന്നൊക്കെയാണ് ഈ പറയുന്നത്. ആ കാലത്ത് കൊടുത്ത സംഭാവനകളാണ് ഇസ്ലാമിക ധാർമ്മിക പ്രവൃത്തികൾക്ക്, ജീവകാരുണ്യ പ്രവൃത്തികൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് വേറൊന്നിനും ഉപയോഗിക്കാനും പറ്റില്ല, ഇഷ്ടംപോലെ സ്ഥലമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ പട്ടാളവും റെയിൽവേയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ഥലം വഖഫ് ബോർഡിനാണ്. ഇത് ഇപ്പോൾ ഇന്ത്യയിൽ 8 ലക്ഷം ഏക്കറുണ്ട്. 8 ലക്ഷം ഏക്കറിൽ 8,54,509 സ്വത്തുക്കൾ, പ്രോപ്പർട്ടി, കെട്ടിടമൊക്കെ ആയിട്ട്, മോസ്ക് എന്നൊക്കെയായിട്ട് വഖഫ് ബോർഡ് വകയാണ്. 2009 ഇത് 4 ലക്ഷം ഏക്കർ മാത്രമായിരുന്നു 2009. ഇപ്പോൾ അത് 8 ലക്ഷം ഏക്കറാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട്, ഇരട്ടിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ഇരട്ടിച്ചു? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 1995 വഖഫ് ആക്ടിലെ സെക്ഷൻ 3 ഇങ്ങനെ തോന്നിയാൽ അത് ഏറ്റെടുക്കാമെന്ന് പറയുന്ന സാധനം. അപ്പോൾ തോന്നിയാൽ ഏറ്റെടുത്താണ് ഇതിങ്ങനെ വന്നിരിക്കുന്നത്. ട്രിബ്യൂണലിൻ്റെ മുമ്പിൽ ഇത് പലർക്കും ഈ രേഖകളൊക്കെ ഇല്ലാതെ വർഷങ്ങളായിട്ട് കൈവശം വെച്ചതും അങ്ങനെയൊക്കെ കാണുമല്ലോ, അതൊക്കെ ഇതെടുക്കുന്നത്. ഇതിൽ നമ്മൾ 1991 ഒരു ആരാധനാലയ നിയമം ഉണ്ടല്ലോ, പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട്. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് സ്വാതന്ത്ര്യ സമരകാലത്ത് എന്തായിരുന്നോ സ്ഥിതി, ആ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണല്ലോ. പക്ഷേ ഈ വഖഫ് ആക്ടിലാണെങ്കിൽ അങ്ങനെ ഒരു പരിധിയൊന്നുമില്ല. എന്നെങ്കിലും ഇങ്ങനെ ഒരു കട്ട് ഓഫ് ഡേറ്റും ഒന്നും പറഞ്ഞിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും വഖഫ് ബോർഡിന് അവകാശപ്പെടാം. ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഈ സെക്കുലറിസം എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ പോക്ക്. ഇങ്ങനെ സ്വത്ത് ഇരട്ടിച്ചുകൊണ്ടിരുന്നു. 2014 തെരഞ്ഞെടുപ്പ്, പൊതു തെരഞ്ഞെടുപ്പ്, ഇതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് മൻമോഹൻ സിംഗിൻ്റെ സർക്കാർ വല്ലാത്തൊരു പരിപാടി ചെയ്തു. ഡൽഹിയിൽ 123 കണ്ണായ സ്ഥലങ്ങൾ വഖഫ് ബോർഡിന് കൊടുത്തു. അത് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കഴിഞ്ഞ കൊല്ലം ഈ മോദി സർക്കാർ അത് തിരിച്ചെടുത്തു. കേന്ദ്ര ഭവന നഗര മന്ത്രാലയം ആ 123 പ്രോപ്പർട്ടിയും തിരിച്ച് എടുത്തു. ഡൽഹിയിലെ വഖഫ് ബോർഡ് 2010 ഒക്ടോബറിൽ ആർക്കിയോളജിക്കൽ സർവേയുടെ കൈവശമുള്ള 158 സംരക്ഷിത സ്മാരകങ്ങൾ, ഡൽഹിയിൽ ഹുമയൂൺസ് ടോംബൊക്കെ ഇല്ലേ, അതൊക്കെ താജൊക്കെ പോലത്തെ സംരക്ഷിത സ്മാരകങ്ങൾ, കുത്തബ് മിനാറിൻ്റെ അകത്ത് ഒരു പള്ളി വരുന്നുണ്ട്, സ്മാരകങ്ങൾ വഖഫായി അവകാശപ്പെട്ടു. അതിൽ ഈ പറഞ്ഞ പോലെ 35 ഏക്കറുള്ള ഹുമയൂൺസ് ടോംബ്, ആ ഹുമയൂണിൻ്റെ ശവകുടീരം നിൽക്കുന്ന ആ വലിയ സ്ഥലമുണ്ടല്ലോ, ഡൽഹിയിൽ നിറച്ചിങ്ങനെ ശവകുടീരങ്ങളുണ്ടല്ലോ, ശ്മശാന മൂകതയാണ് അതിൻ്റെ അകത്തൊക്കെ. ഇഷ്ടം പോലെ ഏക്കറേജും ഉണ്ട് ഡൽഹി പോലൊരു സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ. അത് ആ 35 ഏക്കറുള്ള ഹുമയൂണിൻ്റെ ശവകുടീരവും അതിൽ ഉൾപ്പെട്ടു. ആ അവകാശവാദം അന്ന് ഡൽഹി സർക്കിളിൻ്റെ ചീഫ് ASIയുടെ ആർക്കിയോളജിക്കൽ സർവേയുടെ KK മുഹമ്മദ് ആയിരുന്നു. KK മുഹമ്മദ് അത് തള്ളി. അന്ന് മുഹമ്മദിന് അങ്ങനെയും ഒരു റോൾ ഉണ്ട് അതിൻ്റെ അകത്ത്. എന്നിട്ട് താജ്മഹൽ വഖഫാണെന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. അതെ, അതിൻ്റെ അകത്ത് ഇങ്ങനെ പഴയ കുഴിമാടമൊക്കെ ആയതുകൊണ്ട് അത് വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് പറയുന്നുണ്ട്. ആ ക്ലെയിം ഇപ്പോഴുണ്ട്. മുഗൾ ഭരണാധികാരികളുടെ ശവകുടീരങ്ങൾ ദേശീയ സ്മാരകങ്ങൾ അല്ലെന്നും അവ പൊളിച്ച സ്ഥലങ്ങൾ ജനോപകാരത്തിന് ഉപയോഗിക്കണമെന്നും ഷിയ വഖഫ് ബോർഡ് മേധാവി വഹീം റിസ്വി പറഞ്ഞിട്ടുണ്ട്. ഷിയ വഖഫ് ബോർഡും ഉണ്ട്. ഈ മുഗൾ ഭരണ മറ്റേ കുഴിമാടങ്ങളൊന്നും സംരക്ഷിത സ്മാരകങ്ങൾ ആക്കണ്ട, അങ്ങനെ ഒരു ദേശീയ മോണ്യുമെന്റിന്റെ ഒരു ഇതൊന്നും നിലയൊന്നും അതിനില്ല. ഇത് വ്യാഖ്യാനിച്ച് എന്നാൽ റെഡ് ഫോർട്ട് അവകാശപ്പെടാമല്ലോ. യെസ്, അത് ഈ കുറച്ച് കെട്ടിടങ്ങൾ ഞാൻ പറയാം. ഡൽഹിയിൽ മറ്റേ തമിഴ്നാട്ടിലെ 6 ഗ്രാമങ്ങളും 1500 കൊല്ലം പഴക്കമുള്ള ഒരു ക്ഷേത്രവും 2022 തമിഴ്നാട്ടിലെ വഖഫ് ബോർഡ് അവകാശപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ പഴയ രീതിയിൽ ഇങ്ങനെ തുടർന്നു വരുന്നതായിരിക്കും. ഇത് ഈ നിയമത്തിന് നമ്മുടെ കേരളത്തിൻ്റെ സ്വത്താവകാശ പ്രശ്നങ്ങളെ എങ്ങനെ ബാധിക്കും? അല്ല, കേരളത്തിൽ ഹിന്ദുക്കളുടെ മാത്രമല്ല ക്രൈസ്തവരുടെ സ്വത്തുക്കളും, വൈപ്പിനിലൊരു 400 ഏക്കർ സഭയുടെ സ്വത്ത് വഖഫ് ബോർഡ് അവകാശപ്പെട്ടിട്ടുണ്ട്. 60 കുടുംബങ്ങളോ മറ്റോ ഉണ്ട് അവിടെ. അപ്പോൾ അവരും ഇത് ക്രൈസ്തവ സഭയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പെരിന്തൽമണ്ണയിൽ
ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ തളിയിൽ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ശിവക്ഷേത്രം മുസ്ലിങ്ങൾ അവകാശപ്പെട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലോ. അതിപ്പോൾ ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നിട്ടുണ്ട്. അതങ്ങനെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആർ കൃഷ്ണരാജാണ് വക്കീല്. ആ കേസ് നടക്കുന്നുണ്ട്. ഇതെല്ലാവരെയും ബാധിക്കുന്നതാണ്. ഇപ്പോൾ വിഴിഞ്ഞത്തോ മറ്റോ ഇതുപോലെ പഴയൊരു ക്ഷേത്രം ഏറ്റെടുത്തിട്ടുണ്ടല്ലോ അടുത്ത കാലത്ത്. തമിഴ്നാട്ടിലെ 6 ഗ്രാമങ്ങൾ ഇങ്ങനെ. ഈ ഇസ്ലാമിക രാജ്യങ്ങളിലൊന്നും വഖഫ് ബോർഡില്ല. ഇത് ഇന്ത്യയിൽ ഇതിനു വേണ്ടി ഈ ബാബറിൻ്റെ ശവകുടീരത്തിൽ കാബൂളിലൊക്കെ തലമുറകളായിട്ട് നെഹ്റു കുടുംബം എന്തോ കാരണവശാൽ തീർത്ഥയാത്ര നടത്തുന്നുണ്ടല്ലോ. നമുക്കറിയില്ല എന്തായിരുന്നു അന്ന് ഈ വഖഫ് ബോർഡ് ഉണ്ടാക്കാനുള്ള ചേതോവികാരം, താല്പര്യം. ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാനായിട്ട് അങ്ങനെ അഖിലേന്ത്യാ തലത്തിൽ ബോർഡൊന്നുമില്ലല്ലോ. അത് മലബാറിലുണ്ട്, ഹിന്ദു റിലീജിയസ് എൻഡോവ്മെന്റ് ആക്റ്റൊക്കെ ഉണ്ട്. അല്ല, ഞാൻ പറയുന്നത് ഇത് ദേശീയ തലത്തിലുള്ള ഒരു ആക്റ്റാണല്ലോ. ദേശീയ തലത്തിലൊരു ആക്ട് ഇല്ലല്ലോ. അതെ അതെ, ഇല്ല. ഈ സനാതന സംരക്ഷണത്തിനോ തിരുവിതാംകൂറിലില്ല, ഇല്ല, ഇല്ല. ദേവസ്വം ബോർഡാണ്. അപ്പം ഈ അന്ന് ഈ 158 ഇത് കുത്തബ് മിനാറിനകത്തെ മസ്ജിദ് ഖുവാത്ത് ഉൽ ഇസ്ലാം, അതിൻ്റെ അകത്തെ ഒരു മസ്ജിദ് അവകാശപ്പെട്ടിട്ടുണ്ട് വഖഫ് ബോർഡ്. പിന്നെ ആ 158 വഖഫ് ബോർഡ് ഡൽഹിയിൽ അവകാശപ്പെട്ടിട്ടുള്ളതാണ് കോട്ട്ല ഫിറോസ് ഷായിലെ ജമാ മസ്ജിദ്, കശ്മീർ ഗേറ്റിലെ മസ്ജിദ് ഗുസിയ ബാഗ്, മധുര റോഡിലെ മസ്ജിദ് ഗൈറുൽ മൻസിൽ, ഹൗസ് ഗാസിലെ മക്ബറ ഫിറോസ് ഷാ തുഗ്ലക്, നിസാമുദ്ദീനിലെ മസ്ജിദ് അറബ് കി സരായ്, മെഹ്റോളിയിലെ മക്ബറ മൗലാന ജമാലി കമാലി, ബീഗംപൂരിലെ മസ്ജിദ് ബീഗംപൂർ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇതിൻ്റെ ഈ വ്യവസ്ഥയുടെ വഖഫ് നിയമ വ്യവസ്ഥയുടെ ഭീകരാവസ്ഥ നമുക്ക് ഏറെക്കുറെ ഊഹിക്കാം. നമ്മൾ ഇതിനെ ഒരു പൊതു സിവിൽ നിയമത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്നാൽ ഈ വഖഫ് ബോർഡിൻ്റെ അവകാശവാദം നാച്ചുറലി ഇല്ലാതെയാകുമോ? അതായത് ഈ വഖഫ് ആക്ട് ഉണ്ടല്ലോ, 1954 വഖഫ് ആക്ട്, അത് റിപ്പീൽ ചെയ്യണം, അത് പിൻവലിക്കണം. അത് കോമൺ സിവിൽ കോഡൊക്കെ വരുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രസക്തമാകേണ്ടതാണ്. അതെ, ആ സമയത്തും ഡിബേറ്റ് ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ ഹ്യൂമയോൺസ് ടോംബ് എന്ന് പറഞ്ഞിട്ട് 35 ഏക്കർ ഒരു ഉദാഹരണമായിട്ട് എടുത്താൽ തന്നെ നമുക്ക് ഈ ഇതിലെ സ്ഥലമൊക്കെ എത്ര പൊതുജന ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് വിനിയോഗിക്കാൻ പറ്റും. ഡൽഹിയിൽ എത്ര സ്ഥലങ്ങളാണ് ഇപ്പം തന്നെ നമ്മൾ 158 എണ്ണം അവരെ അവകാശപ്പെടുന്നത് പറഞ്ഞു. അതല്ലാതെ 123 മറ്റേ മൻമോഹൻ സിംഗ് വിട്ടുകൊടുത്തത് ഇപ്പം തിരിച്ചെടുത്തതും പറഞ്ഞു. ഇതിൻ്റെയൊക്കെ കുറച്ച് ഭാഗങ്ങൾ ആ ശവകുടീരം നിൽക്കുന്ന ഭാഗവും മറ്റൊരു മോണിമെൻറ്റിന് നീക്കി വെക്കാമെന്ന് വെക്കുക, ഒരു മര്യാദയുടെ പേരിൽ. ബാക്കി കാര്യങ്ങൾ എത്ര മഹത്തായ കാര്യങ്ങൾക്ക് നാട്ടുകാർക്ക് വേണ്ടിയൊക്കെ വിനിയോഗിക്കാം. ഇപ്പം ഈ സ്വത്തുക്കളിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടുകയാണെങ്കിൽ അത് വഖഫ് ബോർഡ് എടുക്കുക. ഈ ജീവകാരുണ്യ പ്രവർത്തികൾക്ക് മാത്രമേ ഇസ്ലാമിലെ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ വ്യവസ്ഥ. പക്ഷേ ഇത് ഗവൺമെൻറ്റുകൾ ഇത് എങ്ങനെ നേരിടാൻ പോകുന്നു? ഇതുപോലുള്ള വ്യവഹാരങ്ങൾ വന്നാൽ ഇത് കോടതിയിൽ പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എവിടെ? അതല്ല, നമ്മളിപ്പോൾ ആർട്ടിക്കിൾ 370 എന്ന് പറഞ്ഞിട്ടൊരു സംഗതി റിപ്പീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് സാമാന്യം വിവാദം ആയൊരു സംഭവമാണ്. അതിൻ്റെ ഉത്തരവാദി നെഹ്റുവാണെന്ന് ടേബിൾ ചെയ്യുമ്പോഴും അമിത്ഷാ പറഞ്ഞൊക്കെ ഓർക്കുന്നുണ്ട്. അല്ല, അത് സർദാർ വല്ലഭായ് പട്ടേലിനെ ഭീഷണിപ്പെടുത്തി ഒരു ഹ്രസ്വകാലത്തേക്കെന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. അദ്ദേഹം ദൗർഭാഗ്യവശാൽ പെട്ടെന്ന് മരിച്ചു പോയതുകൊണ്ട് പിന്നെ ഇതിനെ റിവ്യൂ ചെയ്യുന്ന പ്രശ്നം കഴിഞ്ഞ 70 വർഷം ഉണ്ടായില്ല. അതെ, ഉണ്ടായില്ല, റിവ്യൂ ചെയ്തില്ല. മാത്രമല്ല കാശ്മീരിൽ നിക്ഷിപ്ത താല്പര്യം ഉണ്ടായിരുന്നു, സ്വന്തം നാടായതുകൊണ്ട് നെഹ്റുവിന്. അപ്പോൾ ഇതുപോലെ ഇത് ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ കൊണ്ടേ ഇതിനെ നേരിടാൻ പറ്റും. അതത്രേ പറ്റുള്ളൂ. അതിന് ഏറ്റവും നല്ലത് യൂണിഫോം സിവിൽ കോഡാണ്. അതെ, അപ്പോൾ യൂണിഫോം സിവിൽ കോഡ് ഫസ്റ്റ് സ്റ്റെപ്പാണെന്നേ പറയാൻ പറ്റുള്ളൂ. അതിൽ ഈ ആക്ട് പോകണമെന്നുണ്ടെങ്കിൽ ആക്ട് പിൻവലിക്കുക തന്നെ വേണം. ആക്ട് ഡിബേറ്റ് ചെയ്ത് പാർലമെൻറ്റ് പാസ്സാക്കണം. അതെ, ഇപ്പോൾ ഏതായാലും ഇത് മനുഷ്യ സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു റിലീജിയസ് ബിലീഫിലേക്ക് ഇവിടുത്തെ ലാൻഡഡ് പ്രോപ്പർട്ടി കൂട്ടത്തോടെ പോകുന്നത് ജനങ്ങൾ കണ്ടു നിൽക്കേണ്ടി വരുന്ന ഒരു ഗതികേടുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാലപരിധി പോലും വെച്ചിരുന്നില്ല. അതെ അതെ, ഇത് എപ്പോൾ വേണമെങ്കിലും ഡിസ്പ്യൂട്ട് ചെയ്യാം തോന്നിയാൽ. നേരത്തെ ഞാൻ വായിച്ചില്ലേ,
അങ്ങനെ അതൊക്കെ എന്ത് നിയമമാണ്. നിയമമാണത്? അതെ അതെ അനീതിയാണല്ലോ അത്. ഒരു നീതിന്യായ വ്യവസ്ഥയ്ക്കും അങ്ങനെ ഒരാൾക്ക് തോന്നിയാൽ എന്ന് പറയാൻ പറ്റുമോ? ലോകത്ത് എവിടെയെങ്കിലും ഒരു നിയമത്തിൽ അങ്ങനെ തോന്നിയാൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ഇത് പിന്നെ മുസ്ലിം പ്രോപ്പർട്ടിയിൽ ഇത് ബാധകമാണല്ലോ. വഖഫ് ബോർഡിന് ഈ ഭൂമി വേണമെന്ന് തോന്നിയാൽ ഒരു ഇസ്ലാമിൻ്റെ ഭൂമിയും ഏറ്റെടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. അത് വേണമെങ്കിൽ വൈരനിര്യാതനത്തിന് വേണ്ടിയും ചെയ്യാം. ഈ ഹൈദരാബാദിലെ മാരിറ്റ് കേസൊക്കെ അങ്ങനെയൊക്കെ ആകാമല്ലോ. ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ്. ഏതായാലും നമ്മുടെ നിയമനിർമ്മാതാക്കളും രാഷ്ട്രീയ നേതാക്കളും സാമൂഹിക ചിന്തകരും അടിയന്തര ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു പ്രശ്നമാണിത്. ഇത് ഇനിയും കൂടുതൽ കൂടുതൽ സാമൂഹ്യ കലുഷിതമാകുന്ന. അതെ, ആർട്ടിക്കിൾ 370 പോലെ തന്നെ അതിനേക്കാൾ അനീതി. ഇത് ദേശവ്യാപകമാണ്, മറ്റേതൊരു പ്രദേശത്ത് മാത്രമായിരുന്നു. അത് തന്നെ, ഇത് ദേശവ്യാപകമാണ്. അതായത് 140 കോടി ജനങ്ങളുടെ ഒരു പ്രശ്നമാണ്. 8 ലക്ഷം ഏക്കർ, 4 ലക്ഷമായിരുന്ന 8 ലക്ഷം ഏക്കറായി വർദ്ധിച്ചു. അതെ. അപ്പോൾ ഈ പ്രോപ്പർട്ടിയൊക്കെ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഇതൊക്കെ വളരെ പ്രധാനമല്ലേ? ഇപ്പോൾ പട്ടേലിൻ്റെ പ്രതിമ വയ്ക്കുമ്പോഴും പ്രാണപ്രതിഷ്ഠ നടത്തുമ്പോഴും ഒക്കെ ഈ കപടമതേതരവാദികൾ ചോദിച്ചിരുന്ന ചോദ്യമുണ്ട്, ആ പൈസ കൊണ്ട് പാവങ്ങൾക്ക് വീടുണ്ടാക്കി കൂടെ, അവർക്ക് ഭക്ഷണം കൊടുത്തുകൂടെ എന്ന്. ഇത്രയും സ്ഥലമോ? അതെ അതെ, അത് കേരളത്തിൽ 4 ലക്ഷം ആളുകൾ ലാൻഡ്ലെസ് ആണ്. ഭൂമിയില്ലാത്ത 4 ലക്ഷം ആളുകൾ ഇപ്പോഴും ഉണ്ട്. ആദിവാസികൾ മാത്രമല്ല, അതെ, ആദിവാസികളുണ്ട്, അല്ലാതെ റോഡിൽ ജീവിക്കേണ്ടി വരുന്നവർ. അപ്പോൾ അത് കേരളത്തിൽ പോലും 4 ലക്ഷം ആളുകൾക്ക് ഭൂമിയില്ല, ഒരു സെൻറ്റിൻ്റെ ഭൂമി അവകാശം. അതേസമയത്ത് റിലീജിയസ് ആയിട്ടും കാസ്റ്റ് വൈസ് ആയിട്ടും ഭൂമി എങ്ങനെ വിധിച്ചു വെച്ചിരിക്കുന്നു എന്നതിനെ ഹിന്ദു ഗോത്രവർഗം മിസോറാമിൽ നിന്ന് ബ്രൂ എന്ന് പറയുന്ന ഗോത്രവർഗം ത്രിപുരയിലേക്ക് പലായനം ചെയ്തിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ നിന്ന് മാവോയിസ്റ്റ് ശല്യം കാരണം 50,000 ഗോത്രവർഗക്കാർ തെലങ്കാനയിലേക്കും ഒഡീഷയിലേക്കും ഒക്കെ പലായനം ചെയ്തിട്ടുണ്ട്. അവരിപ്പോൾ അവിടെ SC/ST പട്ടികയിൽ പോലും ഇല്ല, കാരണം അവർക്ക് വിലാസമൊന്നുമില്ലല്ലോ, സെൻസസിൽ പോലും ഇല്ല. സെൻസസിൽ പോലും ഇല്ലാത്ത ആളുകൾ. അത്തരം ആളുകളെ പോലും പരിഗണിക്കുന്നില്ല, അവർക്കും സ്ഥലം വേണ്ടേ? ബോംബെയിൽ പെർമനന്റിൽ ഉറങ്ങുന്നത് 1.5 കോടി ആളുകളാണ്. 1.5 കോടി ആളുകൾ തെരുവിൽ ഉറങ്ങുന്നവരാണ്. അതെ. അപ്പോൾ കൂരയും ഭൂമിയും ഇല്ലാത്ത മനുഷ്യർ ധാരാളമുള്ള ഈ രാജ്യത്ത് ഇതുപോലെ ഭൂമി കുറുക്കുമാർഗത്തിലൂടെ കുത്തകാവകാശം സ്ഥാപിച്ചെടുക്കുന്ന സ്ഥാപനങ്ങളും വ്യക്തികളും ഉണ്ടായിക്കൂടല്ലോ. ഇപ്പോൾ സാമൂഹ്യ നീതിയെക്കുറിച്ച് സംസാരിക്കുന്നവർ ഈ പ്രശ്നം ഗൗരവതരം ചർച്ച ചെയ്യട്ടെ. അതെ, ഈ നിയമത്തിൽ നീതിയില്ല. അതാണ്, ദിസ് ലോ ഈസ് ഇല്ലീഗൽ. അതാണ് പ്രശ്നം. അതെ അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.